എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ മലബാർ തീരത്ത് നിന്നുള്ള ഒരു സ്പെഷ്യൽ ട്രീറ്റാണ്. മലബാർ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നിന്നും എടുത്ത ഒരു സീ ഫുഡ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. മലബാർ ചെമ്മീൻ ബിരിയാണി. നെയ്യിൽ വഴറ്റിയെടുത്ത സവാളയും തക്കാളിയും മസാലകളും കൊണ്ടുണ്ടാക്കിയ ഗ്രേവിയിൽ മാരിനേറ്റ് ചെയ്തെടുത്ത ചെമ്മീൻ വേവിച്ച് അതിന് മുകളിലായി രുചിയിൽ ഒന്നാമതായി നിൽക്കുന്ന കൈമ അരിയുടെ ചോറ് ലെയർ ചെയ്തുണ്ടാക്കുന്ന ഈ ബിരിയാണി വേറെ ഒരു ലെവൽ തന്നെയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തുടങ്ങാം. മലബാർ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുവാനായി ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അരി കുതിർത്തി വയ്ക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 2 കപ്പ് ജീരകശാല അരിയാണ്. ഇത് വൃത്തിയാക്കി കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക. അടുത്തതായി ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. 1/2 കിലോ വൃത്തിയാക്കിയ ചെമ്മീനിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിൽ 4 കപ്പ് വെള്ളം ചൂടാക്കാനായി വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷാജീര, 1 കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പു, 2 അല്ലെങ്കിൽ 3 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സ്പൈസസും എടുത്തു മാറ്റാവുന്നതാണ്. ഇനി നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് പതുക്കെ ഇളക്കി അരി വീണ്ടും തിളപ്പിക്കുക. ഈ സമയത്ത് തീ കുറച്ച് ഈ പാത്രം ഒരു മൂടി കൊണ്ട് മൂടി ചോറ് വേവിച്ചെടുക്കുക. അടുത്തതായി ഒരു പാൻ ഇടത്തരം തീയിൽ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുക. ഇനി ഇതേ പാനിൽ 1/2 ടീസ്പൂൺ കുരുമുളക്, 2-3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ 4 സവാള നീളത്തിലരിഞ്ഞത് എന്നിവ ചേർത്ത് സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സവാള ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 ഇടത്തരം തക്കാളി ചോപ്പ് ചെയ്തതും പിന്നെ ചോപ്പ് ചെയ്ത പച്ചമുളകും ഒപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് എല്ലാം നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തൈര് ചേർത്ത് മസാലയിൽ നിന്ന് എണ്ണ വേർപെടാൻ തുടങ്ങുന്നതുവരെ നന്നായി വേവിക്കുക. എണ്ണ വേർപെട്ട് തുടങ്ങുമ്പോൾ 1 പിടി മല്ലിയില ചോപ്പ് ചെയ്തതും പിന്നെ പുതിനയില ചോപ്പ് ചെയ്തതും ചേർക്കുക. വീണ്ടും എല്ലാം നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. ഈ സമയത്ത് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ പതുക്കെ ഈ മസാലയിലേക്ക് ചേർത്ത് മസാലയെല്ലാം ചെമ്മീനിലേക്ക് കോട്ടാവുന്നത് വരെ നന്നായി വഴറ്റുക.
അടുത്തതായി പാൻ ഒരു മൂടി വെച്ച് മൂടി കുറച്ചു നേരം കൂടെ വേവിക്കുക. അല്പസമയത്തിനു ശേഷം മൂടി തുറന്നു നോക്കൂ. ചെമ്മീൻ നന്നായി വെന്തു കഴിഞ്ഞു. ചെമ്മീനിലേക്ക് എല്ലാ ഫ്ലേവേഴ്സും പിടിച്ചിട്ടുണ്ട്. അവസാനമായി നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ചോറ് പതുക്കെ നിരത്തി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വറുത്ത സവാളയും കശുവണ്ടിയും ചേർത്ത് ഗാർണിഷ് ചെയ്ത് ഇതിന് മുകളിലേക്കായി കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത പാലും ചേർത്ത് ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെ പാൻ ദമ്മിൽ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്നു നോക്കൂ. ഒത്തിരി രുചികരമായ നമ്മുടെ മലബാർ പ്രോൺ ബിരിയാണി തയ്യാർ. റൈത്ത, അച്ചാർ, പപ്പടം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സൈഡ് ഡിഷിൻ്റെ കൂടെയും ചേർത്ത് ചൂടോടെ വിളമ്പാം. ഉറപ്പായും നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അടുക്കളയിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈ പാചകക്കുറിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ പാചകക്കുറിപ്പുകൾക്കായി മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും മറ്റൊരു കൊതിയൂറുന്ന വിഭവമായി കാണുന്നതുവരെ ബൈ.